തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ അയൽവാസികൾ തമ്മിലുണ്ടായ വസ്തുതർക്കത്തിനിടയിൽ കൊലപാതകം. മാവിളക്കടവ് സ്വദേശി ശശിയാണ് കുത്തേറ്റ് മരിച്ചത്. കുത്തിയത് അയൽവാസിയായ മണിയൻ. വിവരങ്ങളുമായി മാനസ ചേരുന്നുണ്ട്. മാനസ, വസ്തുതർക്കത്തിനിടെയുണ്ടായ സംഘർഷമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മറ്റു വിവരങ്ങൾ എങ്ങനെ? അതിനു മുമ്പ് പ്രതികരണത്തിലേക്ക്. അപ്പൊ മോൾ അവിടെ കരയിലൊന്നും അവളും വിളിക്കണം, പപ്പ നോക്കി വെക്കുന്നു. ഇങ്ങനെ വിളിച്ചോണ്ട് ഞാൻ ഇങ്ങനോട്ട് പെട്ടെന്ന് ചാടാനും പറ്റണില്ല. എന്നാലും ഞാൻ ചാടി അങ്ങ് ഇറങ്ങിപ്പോയി. ഉടനെ ഞാൻ ഇങ്ങനെ മടി അതിനെ കുത്തു കഴിഞ്ഞ് ആളങ്ങ് വീണ്. പിന്നെ ഒന്നും കണ്ണു തുറക്കെ പിന്നെ സംസാരിക്കുന്നു. മാനസ മനോജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മാനസ, ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ നെയ്യാറ്റിൻകര മാവിളക്കടവാണ് ഇത്തരത്തിൽ കുത്തി കൊലപ്പെടുത്തിയ ഒരു സ്ഥിതി ഉണ്ടായത്. നെയ്യാറ്റിൻകരയിൽ തന്നെ ഈ മാവിളക്കടവ് അയൽവാസികൾ തമ്മിൽ വസ്തു തർക്കത്തെ തുടർന്ന് ആണ് ഇത്തരത്തിലൊരു പ്രശ്നത്തിലേക്ക് നയിച്ചത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ താലൂക്ക് ഓഫീസിൽ നിന്നും വസ്തു അളന്ന് തിട്ടപ്പെടുത്തുന്നതിനിടയിലാണ് ഈ മാവിളക്കടവ് സ്വദേശിയായ ശശിയെ അയൽവാസിയായ മണിയൻ കുത്തി കൊലപ്പെടുത്തുന്നത്. ഈ ശശിയുടെ വസ്തുവാണ് അളന്ന് തിട്ടപ്പെടുത്താൻ നോക്കിയത്. അതിനിടയിൽ പ്രശ്നമുണ്ടാവുകയും അതൊരു വാക്ക് തർക്കമാവുകയും ശേഷം കുത്തി പരിക്കേൽപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയായിരുന്നു. ഉടൻ തന്നെ ശശി മരിച്ചു എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതരും വ്യക്തമാക്കിയത്. നെയ്യാറ്റിൻകര ആശുപത്രിയിലാണ് കൊണ്ടുപോയത്. നിലവിൽ ഇപ്പോൾ മൃതദേഹം നെയ്യാറ്റിൻകര ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ആര്യ, ശരി. ശശിയുടെ ഭാര്യയുടെ പ്രതികരണങ്ങളാണ് നമ്മൾ നേരത്തെ കേട്ടത്. വിവരങ്ങൾ നൽകുകയാണെന്നു മാനസ മനോജ്.